തൊടുകൈ അറിഞ്ഞടാ, എല്ലാം ഞാൻ അറിഞ്ഞു. നീ ഭാഗ്യവാനാ. മനസ്സിൽ നന്മയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. നീ എന്തറിഞ്ഞു? ഇരുന്ന ഇരിപ്പിലല്ലേ 3.5 കോടി ഒരു കിളുന്ത് പെങ്കൊച്ചും കയ്യിൽ വന്നത്. ഇനിയിപ്പൊ തിരുവാഭരണം തിരിച്ചെടുക്കാൻ എന്താ പാട്? എന്തിനു തിരുവാഭരണം മാത്രമായിട്ടാക്കണോ? ഒരു ക്ഷേത്രം തന്നെ പണിത് കൊടുത്താലോ എന്ന് ആലോചിക്കാൻ ഞാൻ. അത്രയ്ക്ക് വേണ്ട. അതിരിക്കട്ടെ, എവിടെ നിന്റെ ലക്ഷ്മിക്കുട്ടി? അവളെവിടെ? കാണാൻ എങ്ങനെ സുന്ദരിയാണോ? നിനക്ക് ചേരുവോ? എന്നേക്കാ കൂടുതൽ ചേരുന്നത് നിനക്കാ. നിന്റെ ഈ താടി പോലെ തന്നെ അവളുടെ മുടിയും. സത്യം, ഞാനൊന്ന് തീരുമാനിച്ചടാ. എനിക്ക് 3.5 കോടി മതി. ലക്ഷ്മിക്കുട്ടിയെ നീ എടുത്തോ. എവിടെ കക്ഷി? ആലിന്റെ പുറകെ എന്നോട് പിണങ്ങി പോയി നിൽക്കുക. കരയില്ലേ വിഷ്ണു, കരയില്ലേ. അതിനിടക്ക് പിണക്കമായോ? ഈ പെമ്പിള്ളാരെ സ്വഭാവം എങ്ങനെയാ? പിണക്കം മാറ്റി തരാം. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ലക്ഷ്മിക്കുട്ടി, ഭൈരവ, എന്താടാ? അവിടെ അതാടാ ലക്ഷ്മിക്കുട്ടി. പഴത്തിന് എന്താ വില? കിലോ 16 രൂപ. 1 കിലോ എടുക്കട്ടെ? 2 കിലോ. 2 രണ്ടെണ്ണം. എത്രയായി? 18 രൂപ. അപ്പൊ 2 പഴം കൂടെ. ഇതോടെ എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു കേട്ടോ. എന്റെ കയ്യിലും തീർന്നു കേട്ടോ. അപ്പൊ ഉലുവേ 152 രൂപയായി. 4 പഴത്തിന് 2 കോളയ്ക്കും കൂടി 152 ഉലുവയോ? 1 കൊല പഴം, 2 കോള, ഒരു മനോരമ, ഒരു മംഗളം. ഒരു മനോരമ, ഒരു മംഗളോ? നിങ്ങളുടെ ആന തിന്ന്. അതിന് ആനക്ക് ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് ആനയോട് പറ. മര്യാദ കാശ് തന്നിട്ട് പോടോ. വരട്ടല്ലേ. ആന എന്ന കാശേ ആനയോട് പോയി ചോദിക്കേ. ഈ ആനയും ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് ഞങ്ങളുടെ ആനയല്ല. ഞങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ല. അത് ശരി. കണ്ട കാര്യം പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി. ഡീസന്റ് വിഷ്ണു, ഭൈരവൻ, ഓടി വേടാ. എന്ത് പറ്റി? ആനയെ കൊണ്ട് ആളെ പറ്റി നടക്കാം. തിന്നതിന്റെ 152 രൂപ തന്നെ അത്രയല്ലേ ഉള്ളൂ. ഞാൻ പോയി പൈസ എടുത്തോണ്ടിരും. അതുവരെ ഇവനെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ പോയി പൈസ എടുത്തോണ്ട് വരും. അതുവരെ ഇവനെ ഇവിടെ നിൽക്കട്ടെ. വഴി ഞാൻ പറഞ്ഞു തരാം. ആന തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ 2 പേര് പോയി പൈസ എടുത്തോണ്ട് വാ. ഞങ്ങളൊരു കൂടപ്പുറപ്പിനെ പോലെ കൊണ്ട് നടക്കുന്നവളാ ഇവള്. ഞങ്ങൾ വേഗം പോയി പൈസ എടുത്തോണ്ടിരാം. അതുവരെ ചേട്ടൻ എന്താ വേണ്ടതെന്ന് വെച്ചാ കൊടുത്തോളൂ കേട്ടോ. ഒരുപാട് ഓവർ ആവല്ലേ കേട്ടോ ഭൈരവ. മോളെ, ഒരു മനോരമയും കൂടെ തിന്നോ. ഞങ്ങൾ പോയിട്ട് വേഗം വരായേ. ഭൈരവ വിട്ടോളാ. നിക്കടാ, എന്നെ കൊണ്ട് ഇനി ഓടാൻ വയ്യ. നിനക്കോടാൻ വയ്യെങ്കിൽ ഞാൻ നിന്നിട്ടെന്ത് കാര്യം? നിക്കടാ അവിടെ. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ഇന്നാകെ കൂടി കഴിച്ചിരിക്കുന്ന 2 ഉണക്ക പഴമാണ്. ഇത് കേട്ടാത്തൊന്നും ഞാൻ 2 കൊല തിന്നു. എന്തൊക്കെയായാലും എന്താ, ആ മാരണം തലേന്ന് ഒഴിഞ്ഞു പോയില്ലേ. ഇനി എന്നെ കൊണ്ട് ഒരു അടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യ. എങ്കിൽ പുറകോട്ട് നടക്കാം. വാ. എന്റെ ഈശ്വര, എവിടെന്നെങ്കിലും ഒരു ഓട്ടോറിക്ഷ പറന്ന് വന്ന് നമ്മളെ പൊക്കി എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ. അത് കണ്ട ഈ പണ്ടാരത്തിന് എങ്ങനെയൊക്കെ കൊണ്ടുപോ. തൊന്തരവായല്ലോ ഇത്. അയ്യോ, എന്തൊരു തൊന്തരവ്, ഇതെന്തൊരു തൊന്തരവ്. നീ തന്നെത്താൻ വരുത്തി വെച്ച വിനയല്ലേ ഇതൊക്കെ? ഒരു പെണ്ണിന്റെ പേര് കേട്ടപ്പോ ചാടി പുറപ്പെടാൻ ആരെങ്കിലും പറഞ്ഞോ? വിഷ്ണുക്കുട്ടന്റെ പൊന്നമ്മാവൻ എന്തൊരു സ്നേഹമാ മരുമകനോട്. തട്ടിപ്പോവും മുമ്പ് കൊടുത്തഴച്ച പാരിതോഷികം കൊള്ളാം. അതിങ്ങനെ ഒരു ആപ്പാവൂന്ന് ഞാൻ കരുതിയോ? ജീവിതകാലം മുഴുവൻ പോറ്റിക്കൊള്ളാന്ന വക്കീലിന് എഴുതി ഒപ്പിട്ട് കൊടുത്തും പോയി. ഇനിയിപ്പോ നാട്ടുകാരെങ്കിലും തല്ലിക്കൊന്നാലും ഞാൻ വേണം സമാധാനം പറയാൻ. കൊമ്പരാനെയായിരുന്നെങ്കിൽ അമ്പലത്തിൽ എഴുന്നള്ളിച്ച് 10 കാശെങ്കിലും ഉണ്ടാക്കായിരുന്നു. എനിക്കൊരു ഐഡിയ.
നമുക്കിവളെ ഇവിടുത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നടക്കിരുത്തിയാലോ? പൊന്നുമടത്തിൽ വിഷ്ണു നാരായണൻ വക. വാഹ കഷ്ടം. എടാ ഇവിടത്തെ അമ്പലങ്ങളിൽ പെണ്ണാനേനെ നടക്കിരുത്താൻ ദേവസ്വംകാര് സമ്മതിക്കില്ല. എന്നാൽ നമ്മൾ ഇവളെ ഈ കൊമ്പനെ നടക്കിരുത്തുന്നു. ഇങ്ങോട്ട് കേറി വരിക. നമസ്കാരം. നമസ്കാരം. നമോ ഭാഗം. ഒരുക്കങ്ങളൊക്കെ ആയിരിക്കണു. ഉച്ചശീവേലിക്ക് മുമ്പ് ഇങ്ങെത്താന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നേ. അതെന്താ ഇപ്പൊ ഇത്ര വൈകിയേ? ഇറങ്ങാൻ തുടങ്ങിയപ്പോ പതിവില്ലാതൊന്നും ഇടഞ്ഞു. ഓരോത്തുനിന്ന് ഇതുവരെ ഒന്ന് വിട്ടു തന്നിട്ടില്ലേ, അതുകൊണ്ടാ. നല്ല ലക്ഷണമൊത്ത കൊമ്പൻ ഇല്ലേ രാവണിയാരെ? ഹായ്, ആ കൊമ്പിന്റെ ഒരു എടുപ്പ് കണ്ടില്ലേ? ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ കൊമ്പോ? ഹൈ, അടുക്കണ്ട. ഇവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഞങ്ങൾ അടുത്തുണ്ടെങ്കിൽ ആരും അടുപ്പിക്കില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടങ്ങും, പിന്നെ തലേന്ന് പോവില്ല. അതൊരു പ്രത്യേക സ്വഭാവമാണല്ലോ. അതെ അതെ. പേര് പറഞ്ഞില്ലല്ലോ. ഭൈരവൻ. പേരിലുണ്ടല്ലോ ഒരു പുതുമ. അതെ അതെ, തെങ്ങും പുറത്ത ഭൈരവൻ. പേര് കേട്ട കൊമ്പനാ. അവന്റെ പുന്നാര മോന. അതാ ഇത്ര വികൃതി. എന്നാ ഇനി നടക്കിലേക്ക് പോവാം. ആകാലോ ഇവിടെ വാനെ. കേറി വാ ഇവിടെ. ഇങ്ങനെ വാനെ. എന്താ രാവണിയാരത്? എന്റെ ഭഗവതി, എന്തായി കാണുന്നത്? ആന, കുട്ടിക്കൊമ്പൻ. ഭൈരവ വിട്ടോടാ. ഓടിക്കോ. ഹേയ്, എന്താ ഇത്? പിടിയാനയ്ക്ക് കൊമ്പ് വെക്കാൻ ബുദ്ധി പറഞ്ഞു തന്നെ ഞാൻ തന്നെ. പക്ഷെ ഇത്രയും ചെറിയ ആനയ്ക്ക് ഇത്രയും വലിയ കൊമ്പ് കുത്തിക്കയറ്റാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? എന്നാ പിന്നെ നിനക്ക് വല്ല ഫെവിക്കോളോ പശയോ വെച്ച് മര്യാദയ്ക്ക് ഒട്ടിച്ചു വെച്ചൂടെ? ചോറും മറ്റു വെച്ചാണ് ആന കൊമ്പൊട്ടിക്കുന്നത്. അയ്യടാ ബേബിക്കോള്. ഒരു കാലിച്ചായ എടുക്കാൻ കാശില്ല, അപ്പോഴാ ബേബിക്കോള്. എന്റെ സന്ദർഭോചിതമായ ബുദ്ധി കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിലേ ആനയുടെ കൊമ്പൂരിയെ പോലെ നാട്ടുകാരന്റെ എല്ല് വലിച്ചൂരിയനെ. കൊമ്പ് ഊരിയെങ്കിൽ എന്ത് വേണ്ട? ആന നമ്മുടെ തലേന്ന് ഊരിയില്ലേ? ആനയും പോയി കൊമ്പും പോയി. ഇനി എന്തിനൊരു കമ്പ്? ഹൈ, എന്താ ഇത്? എനിക്കെന്താ കഷ്ടം ചോദിച്ചൂടെ? എന്താ നേരെ നേരെ ഇട്ടൂടെ? ആ നീ ഒന്ന് അടങ്ങിയിരിക്കും ഭൈരവാ. അടങ്ങിയിരിക്കാം. ആദ്യം കെട്ടെന്ന് അഴിച്ചുവിട്. പട്ടാള ക്യാമ്പിൽ പോലും ഇങ്ങനെ ശിക്ഷ. ഇനി ഈ പട്ടാള ചിട്ട നിന്റെ അടുത്ത് നടക്കും. ഒന്നും രണ്ടും അല്ല, അബദ്ധം എനിക്ക് കുറെ പറ്റിയതാ. ഇനി ഇത് മുഴുവൻ വടിച്ചിറക്കി ഇതിന്റെ പണിക്കൂലിയും വെറുതെ പതപ്പിച്ച സോപ്പിന്റെ കാശും കിട്ടിയിട്ടെ ഈ കെട്ടിയാൻ അയ്യേ, ഈ നക്കാപ്പിച്ച പ്രശ്നത്തിനാണ്. നീ കയ്യിലെ കെട്ടെന്ന് വെച്ചിട്ട് ആവശ്യമുള്ള കാശ് പോക്കറ്റിൽ നിന്ന് എടുത്തോടാ. ഓ, അങ്ങനൊരു വകുപ്പുണ്ടല്ലേ. ആ ബുദ്ധി എനിക്ക് പോയില്ല. ദാ. അയ്യേ, ഇത് മൂക്കുപ്പടിക്ക് പോലും തികയത്തില്ലല്ലേ. ആ, മൂക്കിപ്പൊടി തിന്നുന്നവന് തികയില്ല, വലിക്കുന്നവന് തികയും. കേശവൻകുട്ടി, നീ വരുന്നുണ്ടോ ആനയോട്ടം കാണാൻ? ആനയോട്ടോ? എവിടെ? നീ അറിഞ്ഞില്ലേ? പുത്തംകുളങ്ങര തിമ്മംഗലത്ത് ഇന്നലെ ആനയോട്ടം. ഇത്തവണ നമ്മുടെ മനുഷ്യരി കർണന് ഓടുന്നുണ്ട്. ജയിക്കുന്ന ആനയ്ക്ക് 1 ലക്ഷം രൂപ സമ്മാനം.